ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ശ്രീവിഷ. നമ്മളിപ്പോ ക്രിസ്മസ് സ്പെഷ്യൽ ധമാക്ക എപ്പിസോഡിലാണ് ഉള്ളത്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തുടങ്ങാം അല്ലെ? നിങ്ങൾക്ക് പിന്നമ്പുറ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലെ? ക്രിസ്മസ് ആഘോഷവുമായി നമ്മളിപ്പോ ഉള്ളത് ദീന സേവന സഭയിലാണ്. രണ്ടാൾക്കാർ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോവാം. ഹായ്. അപ്പൊ ഒന്ന് പരിചയപ്പെടാലോ. ഞാൻ കലേഷ്. ഇവിടെ സ്വരമുദ്ര മ്യൂസിക്കിലെ സംഗീത അധ്യാപകനാണ്. ഹായ്. ഡാൻസ് ടീച്ചറാണ്. ഓക്കെ സർ, രണ്ട് വാക്ക് പറയില്ലേ? രണ്ട് വാക്ക്. സ്വരമുദ്ര മ്യൂസിക്കിലെ സംഗീത അധ്യാപകനാണ് ഞാൻ. പിന്നെ പയ്യന്നൂർ സ്വദേശിയാണ്. പേര് കലേഷ്. പിന്നെ ഒരു 2 മാസത്തോളം ഞാനിവിടെ ക്ലാസ് ചെയ്യുന്നു. പ്രൊഫഷണൽ സിംഗറുമാണ്. ഗാനമേള പിന്നെ മ്യൂസിക് ക്ലാസ് ഇതെല്ലാം ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സാറിന്റെ ഒരു പാട്ട് എന്തായാലും കേൾക്കണല്ലോ. 2 വരി. ശബ്ദമില്ല, കാരണം പനി പിടിച്ചിട്ട് ഒരു മാസത്തോളം. പ്രേമോധാരണ അണയോ നാഥ, പനി നിലാവലയിലൊഴുകുമീ അനഘരാസരാത്രി ലയപൂർണമായിതാ പ്രേമോധാരണ അണയോ നാഥ. നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പറഞ്ഞപാട് എന്തായാലും വയ്യായിട്ട് കൂടി പാടുത്തന്നല്ലോ. ഒരുപാട് താങ്ക് യു. ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ നീലേശ്വരാണ് എൻ്റെ വീട്. 2 മാസം ഇവിടെ പഠിപ്പിക്കുന്നത് ക്ലാസ്സുകളുള്ളത് ആണല്ലേ. ഓക്കെ, എന്താണ് ഈ 2 മാസത്തെ അനുഭവം പറയാനുള്ളത്? നല്ല മനസ്സിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്ലാസ് തന്നെയാണ് സ്വരമുദ്ര. ഓക്കെ, താങ്ക് യു. നല്ല സന്തോഷമാണ് നമുക്ക് അവിടെ വന്നത്. പിന്നെ കുട്ടികളും എല്ലാവരും പേരൻസും നല്ല സപ്പോർട്ടാണ്. താങ്ക് യു സോ മച്ച് ടീച്ചർ. താങ്ക് യു സർ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. Oh, bring us some thinking pudding. Oh, bring us some thinking pudding. Oh, bring us some thinking pudding. Let's bring it right here. Good tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. We won't know until we get some. We won't know until we get some. We won't know until we get some. So bring it right here. Good tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. We all like a thinking pudding. We all like a thinking pudding. We all like a thinking pudding with all its good cheer. Good tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. സ്വരമുദ്ര കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് ഇനി കാണാം അല്ലേ? Joy to the world, the Lord is come. Let earth receive the King. Let every heart prepare Him room. And heaven and nature sing, and heaven and nature sing, and heaven and earth. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപേലയായി വളർന്നിതാ.
മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മെഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നില പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നും അഴകേ ഈ അനുരാഗം തന്നോരീ വരം സുദീപ്തമി സ്വയംവരം സ്വപ്നം പോലെ സമാഗമം മനം മുഖം സുഹാസിതം ഉയരുകളലിയുന്നുവോ മുകിൽ കുടഞ്ഞ മാറി ഇനി അനുരാഗമാം മധുരമറിഞ്ഞിടാം വിരലുകൾ കോർത്തിടാം അരികിലിരുന്നിതാം സദാ കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞു കടലുപോൽ പ്രണയമാ ഈ സുദിനമാനന്ദമായി കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞു കടലുപോൽ പ്രണയമാ ഈ സുദിനമാനന്ദമായി ആലിപ്പഴം വെറുക്കാൻ പീലിക്കൂട നിവർത്തി ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോല ഞാലിക്കുരുവി ഈ വഴിവാ ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോല ഞാലിക്കുരുവി ഈ വഴിവാ അപ്പൂപ്പൻ താടിയിലുപ്പിട്ടു കെട്ടുന്ന ചെപ്പടി വിദ്യ കാണാം തല കീഴായി നീന്താം തല കീഴായി നീന്താം അമ്മൂമ്മ വന്നു കുഴഞ്ഞിട്ടു കെട്ടുന്ന തെമ്മടി വേല കാണാം കുടമാറ്റം കാണാം പല കൂട്ടം കൂടാം കരിമാറാലയിൽ കളിയൂഞ്ഞാലിടാം കരിമാറാലയിൽ കളിയൂഞ്ഞാലിടാം കൈയോടു കൈ ചേർത്തു കൂത്താടാം ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോല ഞാലിക്കുരുവി ഈ വഴിവാ. പട്ടുവം ദീനസേവന സഭയുടെ അന്തേവാസികളുടെ പെർഫോമൻസ് നമുക്ക് കാണാം ഇനി. सनन जाए रजिया करबे की रात में चूड़ी खनकाई तूने आधी ही बात में सनन सनन जाए रजिया करबे की रात में चूड़ी खनकाई तूने आधी ही बात में करबे की रात पिया धड़के मेरा जिया कह देना आज तू है मेरे संग ढोलीना ढोल वागे 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 रे ढोलीना ढोल वागे 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 रे भैया माँ वागे वागे ढोल
घिर 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 के आई बारिश बरसात माँ उड़े 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 जिया गोरी तेरे साथ माँ घिर 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 के आई बारिश बरसात माँ उड़े 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 जिया गोरी तेरे साथ माँ नैनों की डोरी से हाय खींचे क्यों चोरी से हाय नैनों की डोरी से खींचे क्यों चोरी से ऐसे मुझे तड़पाए हाँ गरबे की रात पिया धड़के मेरा जिया कह देना आज तू है मेरे साथ ढोलीना ढोल वागे 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 रे ढोलीना ढोल वागे 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 रे भैया माँ वागे वागे ढोल वागे रे भैया माँ वागे वागे ढोल वागे रे ढोलीरा 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 ढोली 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 वागे ढोलीरा ढोलीरा वागे ढोलीरा നമ്മളിവരുടെ ഒരുപാട് പാട്ടും ഡാൻസും ഒക്കെ കണ്ടതാണ് അല്ലേ. ഇനിയും ഒരുപാട് കാഴ്ചകൾ ബാക്കിയുണ്ട്. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം അല്ലേ. ഹലോ ഹായ്, പേരെന്താ? അൽസല. പേരെന്താ? ചേതന. ആണോ? പാട്ടൊക്കെ ഉണ്ടോ ഇനി? എന്തോ ഡാൻസും പാട്ടും കഴിഞ്ഞു, ഇനിയില്ല? നിങ്ങൾ പരിപാടി ഉണ്ടോ ഇനി? പേരെന്താ? പേരെന്താ? ഓക്കെ, നമുക്ക് ഇവരുടെ പരിപാടി ഇനിയും കാണാം കേട്ടോ. എല്ലാരും വെയിറ്റിംഗ് ആണ് നിങ്ങളെ പരിപാടിക്ക്. പേരെന്താ? ആണോ? പേരെന്താ? ലത. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അവരുടെ കാഴ്ചകളിലേക്ക് കാണാം അല്ലേ. ഹലോ, എല്ലാരും ബിസിയാണോ? ബിസിയാണോ? അല്ല, അപ്പൊ നമ്മളുടെ കൂടെ സഹകരിച്ചൂടെ അല്ലേ, സംസാരിക്കാലോ അല്ലേ. ഓക്കെ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ? സ്വരമുദ്ര കലാക്ഷേത്രത്തില് സംഗീതം പഠിക്കുന്നു. സംഗീതം. ഡാൻസ് ഉണ്ടോ? ഡാൻസ്. എല്ലാവരും ഡാൻസും മ്യൂസിക്കും പഠിക്കുന്നവരാണ്. ഗെയിംസ് ഒക്കെ ഇഷ്ടമാണോ? ഏത് ഗെയിംസാ ഇഷ്ടം? എന്ത് ഗെയിംസ്? പ്രതീക്ഷിച്ചതാ. ഒന്നിക്ക് പബ്ജി അല്ലെങ്കിൽ ഫ്രീ ഫയർ. ഇത് ബോയ്സിന് സ്ഥിര ഏർപ്പാടാണല്ലേടാ. എന്റെ ഫോണിലുണ്ട്, നിങ്ങൾക്ക് കാണണോ? ഇപ്പൊ കാണണ്ട. നമുക്ക് വേറെ ഗെയിം കളിച്ചാലോ? ഈ ഫോണൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ കളിക്കുന്ന ഗെയിംസ് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഇതൊരു കേൾക്കാത്ത ഗെയിംസ് ഒക്കെ. ഇനി വന്നേ, അതേത് ഗെയിം? അത് നമ്മള് പണ്ടൊക്കെ കളിക്കൂല, ഇങ്ങനെ കള്ളി വരച്ചിട്ട് നമ്മള് ഒറ്റ കാലിച്ച് നടന്നിട്ട്. കക്കുകളിയാണോ ഉദ്ദേശിച്ചത്? കക്കുകളിയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരുപാട് കളികളുണ്ടല്ലേ. അപ്പൊ നമുക്ക് അതല്ലാണ്ട് ഈ വേർഡ്സ് വെച്ചൊക്കെ കളിക്കുന്ന ഗെയിംസ് ഒക്കെ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനെന്നാ ഒരു 5 ആൾക്കാരെ ചൂസ് ചെയ്യട്ടെ. ഓ യെസ്, എല്ലാത്തിനും റെഡിയാണ് മിടുക്കി. ഓ, ഇവിടെ തിരക്കാണോ മക്കളെ? ഗെയിം പ്ലാൻ ചെയ്യുന്ന എന്താ ഗെയിം പറഞ്ഞെടുക്കുന്നതാ? പറഞ്ഞെടുക്കുന്നതാ. അപ്പൊ ഞാൻ 5 ആളെ വിളിക്കട്ടെ, ചൂസ് ചെയ്യട്ടെ. ഇങ്ങ വന്നേ, വാ വന്നേ, രണ്ടാളും വന്നേ. ഓക്കെ, മൂന്നാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തോന്നല്ലേ? അല്ല, ഒരാളും വാ. എന്നിട്ട് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകുന്നതായിരിക്കും. അപ്പൊ ഇവർ വെച്ച് ഗെയിം കളിപ്പിക്കാം നമുക്ക്. ഗെയിം എന്താന്ന് വെച്ചാല്, ഞാനിപ്പം പെട്ടെന്നൊരു അക്ഷരം പറയും. അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊണ്ടൊരു സെന്റൻസ് എന്റെ അടുത്ത് തിരിച്ചു പറയണം. ഇപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ പറയണം ഞാൻ ഇന്ന് ബിരിയാണി കഴിച്ചു. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഞാൻ ഓരോ അക്ഷരം തരുമ്പോ അപ്പ സെന്റൻസ് ആക്കി എനിക്ക് പറയണം. അഥവാ ആ സ്പോട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ആൾ ഔട്ടാവും. റെഡി? സ. സിനിമ കാണാൻ പോയി. കണ്ണൂര് പോയി. ഓ, പിള്ളേര് പോലിയ. തത്തമ്മ പാട്ട് പാടലുണ്ട്. അവരെ വീട്ടിലെ തത്തമ്മക്ക് അവളാണ് പാട്ട് പഠിപ്പിച്ചെടുക്കുന്നല്ലേ.
ഓക്കെ ഞാനിന്ന് കണ്ണൂരിൽ പോയി. ഓ കണ്ണൂര് പോയി. കണ്ണൂര് പോയി. എന്താ കൊടുക്ക? പി. പാരറ്റ്സ് ക്യൂട്ടല്ല. പാരറ്റ്സ് ക്യൂട്ടാണ്. പിള്ളേരുടെ ഒക്കെ ഒരു കാര്യം എന്ത് ചെയ്യും ഇപ്പൊ? ആരും കൊണ്ട് ഒറ്റ പെട്ടോ അറിയോ? ടിക് ടിക് 1, ടിക് ടിക് 2, അയ്യോ പെട്ടോ. ടിക് ടിക് 3, ടിക് ടിക് 4, അയ്യോ ടിക് ടിക് 5. ബൈ. ഓ ഒരാളെ ഔട്ടാക്കിയിരിക്കുന്നു. സംഗീതം എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. സംഗീതം പഠിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അക്ഷരമൊന്നും വരുന്നില്ലല്ലോ, എന്ത് ചെയ്യാ? ജാൻസിറാണിനെ കണ്ടോ? ജാൻസിറാണിനെ കണ്ട ആളാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. എല്ലാവരും കണ്ടല്ലോ അല്ലേ? ജാൻസിറാണിനെ ഉള്ള വ്യക്തിയാ ഈ വ്യക്തി. ഓക്കെ. അയ്യെന്നോ എടാ ഇന്നലെ അവള് പറഞ്ഞില്ലേ ജാൻസിറാണി വരെ എത്തി. ഓക്കെ. ശിശുക്കള് ഭയങ്കര വാക്കുകൾ ഉണ്ടാക്കൊരു മലയാളത്തില്. ഒന്ന് ഔട്ടാക്കി കൂടെ? എന്തെങ്കിലും ഒരു കിട്ടാത്ത അക്ഷരം പറഞ്ഞുതരുവോ? ആരെങ്കിലും അറിയോ? ഉമ്മ. വാ. ഓ ഞാൻ ചോദിച്ചു. വാ പറഞ്ഞിട്ട് വാ. ടിക് ടിക് 1. വടക്കുന്നാണ് ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ട്. മോളെ എന്ത് ചെയ്യാ? ഗെയിം അങ്ങ് മാറ്റിയാലോ? ഇനി അടുത്തത് ചോദിക്കണോ? ജാൻസിറാണി പറയൂ. ജാൻസിറാണിക്ക് കണ്ട ആളല്ലേ? പറഞ്ഞോ. ഋഷീനെ കണ്ടു. ഋഷി ഇത് ഇവിടെ ജനിച്ച ആളല്ല, ഇപ്പൊ ജനിച്ച ആളേ അല്ല. ഋഷിയൊക്കെ ഉള്ള കാലത്തിലും ജാൻസിറാണി ഉള്ള കാലത്തിലും ഉണ്ടായ ആളാ ഇത് അല്ലേ? ആണ്. എടാ എന്തും കണ്ടോ? ഇനി ഉണ്ടോ? ഇനി അടുത്തത് എന്താടാ? ഴാനെ കൊണ്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? നിങ്ങക്ക് കിട്ടി? മക്കള് പറയല്ലേ ഇവർക്ക്. അപ്പൊ ടിക് ടിക് 1 പറ. ടിക് ടിക് 2 പഴല്ലടോ. ടിക് ടിക് 3 പറ. ടിക് ടിക് 3 പറ. ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. ഇനി അടുത്ത പോട്ട് സാറില്ല. ഫ്രണ്ട്സ് ആശ്വസിപ്പിക്കണം. എന്താണിത് ചോദിക്കട്ടെ? അങ്ങോട്ട് എന്നിട്ട് ഇങ്ങോട്ട് അപ്പോഴത്തേക്കും പഴയ ആരെങ്കിലും ആലോചിക്കണല്ലോ. അതാ അല്ലേ? ആണോ? ഇനി ടിക് ടിക് 1, ചാറ്റൽ മഴ പെയ്തു. നിങ്ങൾ കണ്ടോ ചാറ്റൽ മഴ പെയ്തത്? ഇല്ലല്ലോ. ഇനി അടുത്ത് ചോദിക്കട്ടെ മോളെ? അപ്പോഴത്തേക്ക് പഴയ ആരെങ്കിലും ആലോചിച്ച് വെച്ചോ? ആലോചിച്ച് വെച്ചിട്ടാണ് ഇരിക്കുന്നെ. ഓക്കെ. റെഡി ആയിക്കേ. ടിക് ടിക് 1 പറയാം. ഓക്കെ. ഓ കിട്ടിയോ? ളാനെ കൊണ്ട് റെഡി ആയിക്കേ. പറഞ്ഞോ. അപ്പൊ ആരാ ഗിഫ്റ്റ് കൊണ്ടുപോയേ? അഭിരാമി എന്നാണ് പേര്. അതൊരു ക്ലാപ്പ് ചെയ്തേ. ഗിഫ്റ്റ് ഇവിടെ. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനായി ആരാധന ജ്വല്ലറിന്റെ മാർക്കറ്റിംഗ് ഹെഡിനെ വിളിക്കാം. സർ പ്ലീസ്. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോയാലോ? എല്ലാരും ഉഷാറല്ലേ? മക്കൾ ഉഷാറാണോ? നിങ്ങൾക്ക് ഗെയിം അങ്ങോട്ട് കൊടുക്കാൻ ഇഷ്ടമാണോ? വലിയ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഇഷ്ടാണ്. എന്നാ കൊടുത്ത് തുടങ്ങട്ടെ ഞാന്. ഇനി വേറെ ഗെയിമിലേക്ക് കടക്കട്ടെ. ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് ആരാ വരാൻ പോന്നെ? ഈ ഗെയിം കളിക്കാൻ ഞാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് ആരാ വരാൻ പോന്നെ? നോക്കട്ടെ. എടാ പബ്ജിയും ഫ്രീ ഫയർ ഒക്കെ മതിയോ? ഇങ്ങനത്തെ ഗെയിം വല്ലപ്പോഴൊക്കെ കളിക്കുക. ആരെങ്കിലും റെഡിയാണോ? ആരാ? മിടുക്കി ഇങ്ങ് വന്നേ. ഇതാണ് കേട്ടോ മിടുക്കി. എല്ലാവരും ക്ലാപ്പ് ചെയ്തേ. ഫ്രണ്ടിൽ വന്നില്ലേ?
പേരെന്താ? അൻവിത. അൻവിത എവിടുന്നാ വരുന്നേ? 5ാം പീഡിയ. 5ാം പീഡിയ. മോൾക്ക് ഗെയിം കളിപ്പിക്കാൻ ഒരാളെയും കൂടി ഞാൻ വിളിക്കട്ടെ. മനസ്സിലായി തോന്നുന്നല്ലോ ഇവിടെ അല്ലേ? ആരാ മോളിപ്പുറം ഗെയിം കളിക്കാൻ വരുന്നേ? ആരാ? ബോയ്സിൽ വരുവോ? അവര് ഫ്രീ ഫയർ, പബ്ജി അതുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി, വരാം അല്ലേ? പോട്ടെ, സാറല്ല ഞാൻ തന്നെ കൊടുക്കാം അല്ലേ? ഞാനൊരു അക്ഷരം തരും. ഞാൻ പിന്നെ എന്ത് ചോദിച്ചാലും അക്ഷരത്തിന് മാത്രം ആൻസർ പറയാൻ പാടുള്ളൂ. റെഡി? പ്ലാൻ ചെയ്ത് പഠിച്ചു വന്നതാണോ? പഠിച്ചനോടാ? ഈ ഗെയിം അറിയോ? ഗെയിം അറിയാം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അക്ഷരം ഏതും കൊടുക്കണോ നിങ്ങൾക്ക്? ഏതാ? എന്തിനാടാ, ചെറുതല്ലേ. ഴ കൊടുക്കണം. മാ കൊടുക്കാം അല്ലേ? പേരെന്താ? മാളു. ശരിക്കും പേരെന്താന്ന് പറഞ്ഞ? ശരിക്കുള്ള പേരെന്താ പറയുന്നില്ല ഞാൻ. അത് വിട്ട് വായിച്ചേ. ശരിക്കുള്ള പേരെന്താ? ആണോ? എന്താ? അൻവിത. ശരി, പറയുന്നില്ല കേട്ടോ. എവിടുന്നാ വരുന്നേ? മാതമംഗലം. ഓഹോ, എന്താ രാവിലെ കഴിച്ചേ? പോയി എന്തൊക്കെ നോക്കളെ? മത്തി പൊരിച്ചത് വരാം കേട്ടോ. ഓ താങ്ക് യു. എന്നാലും സാറില്ല കേട്ടോ, പിടിച്ചു നിന്ന് ക്ലാപ്പ് കൊടുത്തേ. അടുത്തേരെ വരുന്നേ? ബാ, ട്രാക്കിലേക്ക് വന്നു. ഗെയിം എന്താ മനസ്സിലായി? ധൈര്യത്തെ വരുന്നു. ആണോ? ആണല്ലേ? ബ്രിട്ടീഷ് ഫാനാണോ? ബ്രിട്ടീഷ് ആർമീന്റെ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് വന്നു? അല്ല, കുറച്ചൊക്കെ. ആരാ ഇഷ്ടം ബ്രിട്ടീഷില്? ജങ്കുക്ക്. ഗോൾഡൻ മക്നായി അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഏത് അക്ഷരം കൊടുക്കണം? റാവൊന്നും പറയല്ലടാ. പാ കൊടുക്കട്ടെ. പാ. പേരെന്താ? അല്ല ശരിക്കുള്ള പേരെന്താ? എന്താ പേര് പറഞ്ഞേ? അൻവിത. ഓക്കെ ഓക്കെ. അപ്പൊ അക്ഷരം പറഞ്ഞേ. പാ. പേരെന്താ? പല്ലിക. പല്ലികയോ? വേടാ, എന്തൊക്കെ പേരുണ്ട് പാ വെച്ചിട്ട്. പല്ലികന്ന് കിട്ടുള്ളൂ. എവിടുന്നാ വരുന്നേ പല്ലിക? എവിടുന്നാ? പഴയങ്ങാടി നല്ലടാ. നിന്നെ ഞാൻ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട്. പഴയങ്ങാടി? നീ ഇനി പറഞ്ഞെടുത്ത് നിന്നെ ഞാൻ ഇവിടെ വിളിക്കും. ഓക്കെ, രാവിലെ എന്ത് കഴിച്ചോ? പപ്പടം. ഇവിടെ എന്തിനാ വന്നേ? പാട്ടുകട. വെറുതെ പാ കൊടുത്തില്ലടാ. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കണം നിങ്ങക്ക്? പാട്ടോടൻ ഇഷ്ടാണോ? അത് പോരാ, പാട്ടോടൻ ഇഷ്ടാണോ? പാട്ടുകട ഇഷ്ടം. എന്താ അല്ലടാ ചെയ്യാ? എന്താ ചെയ്യാ? ആർക്കും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഉണ്ടോ? വീട്ടിലാരൊക്കെ ഉണ്ട്? പറ, വേ പറഞ്ഞു. പാപ്പനുണ്ട്. പാപ്പന്റെ ഭാര്യയുണ്ട്. പാപ്പന്റെ മക്കളുണ്ട്. പിന്നെ പപ്പയുണ്ട്. പപ്പന്റെ വൈഫുണ്ട് അല്ലേ? പപ്പന്റെ മക്കള് ഞങ്ങളുണ്ട്. ആണോ? തോക്കൂല, വിട്ടരൂല. ടഫ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? PT. അയ്യോ, ചിരിക്കാണോടാ. PT. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണോ? എടാ എന്തെങ്കിലും ചോദിക്കണോ? അല്ല, ഒരാളും കൂടി ഉണ്ടായല്ലോ, ഒരു പോക്കിരിയാ മറ്റേ ഫ്രീ ഫയർ കളിക്കുന്ന. അതെ, അവൻ നൈസായിട്ട് സ്കൂട്ടായതാ കേട്ടോ. വിളിക്കാൻ വേണ്ടി ആൾക്കാർ പോയിട്ടുണ്ട്. അടുത്ത ദിവസം ചോദിക്കാനുണ്ടോ? ക്വസ്റ്റ്യൻ ഒന്നും വരുന്നില്ല. ക്ഷാമായി പോയി മക്കളെ. ഇതാര് ഇഞ്ഞ് വന്നേടാ? ഇതൊന്നൊന്ന് കാണിക്കണേ. അത് അങ്ങോട്ട് നോക്കടാ. അതിന്റെ ഇടക്കുന്നൊക്കെ ഇറങ്ങി വന്നേക്ക. ലുക്കിന്റെ ഇട്ടോ കാണാൻ വേണ്ടിട്ടേ. പോസ് ചെയ്ത് കഴിഞ്ഞോ? പോസിങ് നിർത്തുന്നില്ല. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ചോദിക്കണോ അടുത്തത്? അപ്പൊ എന്തായാലും പ്രഖ്യാപിക്കാം അല്ലേ വിജയിന്? താങ്ക് യു. ചോദിക്കണോ? പോവല്ലേ. എന്താ ഓണത്തിന് എന്താ ചെയ്യാ? ഓണത്തിന് എന്താ പായസം നോക്കാന്ന്. അപ്പൊ താങ്ക് യു. അപ്പൊ പള്ളിക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായി ഇവിടുത്തെ ഡാൻസ് ടീച്ചറെ തന്നെ വിളിക്കാം. ക്ലാപ്പ് ചെയ്തേ. നമ്മുടെ കൂടെ ഇപ്പൊ ഇവിടുത്തെ കുട്ടികളുടെ പാരന്റ്സ് എല്ലാരും ഉണ്ട്. എല്ലാരും സംസാരത്തിലാണോ? വന്ന് ഡിസ്റ്റർബ് ആയോ? ഇല്ല, ഞങ്ങൾ തുടങ്ങിയല്ലേ. ഗെയിംസ് ഒക്കെ ഇഷ്ടമാണ് നിങ്ങൾക്ക്? ഇഷ്ടമാണ്. നമ്മുടെ പ്രോഗ്രാം ധമാക്കൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞിരുന്നു അല്ലേ? കാണാറില്ലേ? ഇഷ്ടാണല്ലേ? ഇഷ്ടാണ്. പരിചയപ്പെടാം. പേരെന്താ? ശൈലജ. ചന്ദ്രമതി. കമല. ശ്രീജ. സുനിത. മിനില. ഷീന. ഷൈമ. ശരണ്യ. പേരെന്താ? ജിൻഷ. ഷീബ. സ്വാതി. രമ്യ. പ്രജിത. രൂപ. അപ്പൊ ഗെയിംസിലേക്ക് പോയിക്കൂടെ?
വാ. ഒരാവേശത്തിന് പറഞ്ഞ ഗെയിംസിലേക്ക് പോകാം. പൊക്കോ, ഞാൻ റെഡിയല്ലേ? അതൊന്ന് വന്നേ. എന്നാ തുടക്കത്തിൽ നമുക്ക് ഉഷാറായി കളയാ. വാ. അതെ അതെ. അപ്പൊ നമ്മൾ ആന്റീനെയും വിളിക്കുന്നതാണ് ധമാക്കയെല്ലാം കാണുന്ന ആന്റി. അപ്പൊ ക്വസ്റ്റ്യൻസും നമ്മളെ പ്രവർത്തികളും എല്ലാ ആന്റിക്ക് അറിയാം അല്ല ആന്റി? എല്ലോന്നും അറിയില്ലേ? അപ്പൊ വിളിച്ചപ്പോ അതെ വിളിക്കലല്ലേ വന്നേ. അത് കുഴപ്പമില്ല. ഇതിലൊക്കെയല്ലേ ഇങ്ങനെയൊക്കെയല്ലേ ഒരു ആവേശം വേണ്ടതല്ലേ അല്ലേ? ഇനി അതെ അടുത്ത ആളാട്ടോ. അതെ നോട്ട് ദ പോയിന്റ്. അപ്പൊ കുറച്ചിങ്ങോട്ട് നിന്നോ. ഇനി ആർക്കെങ്കിലും അതേപോലെ ആഗ്രഹം ഉണ്ടോ? ഇല്ല. ഓക്കെ. ഗെയിം എന്താ അറിയോ? പാട്ട് പാടാൻ ഇഷ്ടാണോ? അല്ലല്ലോ, പാട്ട് ഇഷ്ടല്ലോ. അപ്പൊ രണ്ടൊരു പാട്ട് എന്തായാലും കേൾക്കാം അല്ലേ? ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് പാട്ട് സൗണ്ട് വരെ പോയി ആക്കിയതാണ്. അപ്പൊ നമുക്ക് എന്താ ഒരു ഈ ചിക്കൻ ഗെയിം കൊടുക്കാം അല്ലെ? എന്നാല് മറ്റേ ഗെയിം കൊടുത്തൂടെ അല്ലെ? ഷാജേട്ടന്റെ അഭിപ്രായം എന്താ? എനിക്കൊന്നും വേണ്ടാന്ന്. അപ്പൊ പാട്ടിന്റെ ഗെയിം നമ്മള് മറ്റ് ചേച്ചിയായി അതേക്ക് കൊടുക്കാം. സെറ്റ് അല്ലേ? ഞാൻ പാട്ട് പാടിത്തരാം. അതെയോ? ചോദിക്കണ്ട. പാട്ടാണ് കേൾക്കുമ്പോ ഞാൻ പാട്ട് പാടിത്തരാം. ക്വസ്റ്റ്യൻ ചോദിക്കരുതെന്ന്. ഓക്കെ. പാട്ട് ഞാൻ ഒരു അക്ഷരം പറയും. അതിനെക്കൊണ്ട് ഏതാ പാട്ട് വെച്ചാ പറഞ്ഞാലും മതി, കുഴപ്പമില്ല. റെഡി? നമ്മൾ ടിക് ടിക് പാടുന്ന പിള്ളേരെ വിളിക്കുവേ. അറിയുന്നത് പാടിക്കോ. 2 വരി മതി. 2 മതി. അറിയോ? പാടൂന്നേ അല്ലേ? പാടൂ പ്ലീസ്. അറിയോ? ഞാൻ മക്കളെ വിളിക്കും ഇപ്പൊ. സത്യം കൊഴപ്പില്ല. പാടി അയ്യോ എന്നെ തിന്നോയത്. അങ്ങനെ ഒന്ന് പോന്ന കേട്ടോ. അപ്പൊ അടുത്ത സ്പീഡ് പറയണേ. പാട്ട് പറഞ്ഞാ മതി. ഇനി ലാഗ് അയക്കുന്ന ഔട്ട്. ഓക്കെ റെഡി? നമ്മൾ ഉഷാറായില്ലേ? കണ്ടോ ഉഷാറായില്ലേ? അടുത്ത പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണേ ഇന്നലെ പോകാമോ? ഇനി ഇതല്ല. ഇല്ലെല്ലാം ചൊല്ലുന്ന ചൊല്ലക്കിളികളെ. അപ്പൊ എന്തായാലും ആള് ഉഷാറല്ലേ? ഗിഫ്റ്റ് കൊടുത്തൂടെ അല്ലേ? തന്നൊന്ന് പോവായിരുന്നൊക്കെ. അപ്പൊ ഗിഫ്റ്റ് എടുക്കാം കേട്ടോ. അപ്പൊ ഇതൊരു പാട്ടിന്റെ ഗെയിം ആയതുകൊണ്ട് തന്നെ സംഗീതം പഠിപ്പിക്കുന്ന സാറിന് തന്നെ ചിരിയുണ്ടോ? സംഗീതം പഠിപ്പിക്കുന്ന സാറിനെ കൊണ്ട് തന്നെ ഗിഫ്റ്റ് കൊടുക്കാം. സാർ എല്ലാരും ക്ലാപ്പ് ചെയ്തേ. താങ്ക് യു. അപ്പൊ അടുത്ത അതേ പറഞ്ഞ ആളെ വിളിക്കാട്ടോ. വരൂന്നേ, ഒന്നിങ്ങ് വന്നോളൂ. ആന്റിയെ ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ആന്റി വരൂല മോളേന്ന്. എന്നാൽ ചെറിയ കുഴപ്പമില്ല. ഹലോ, പേരെന്താ? ഷീന. എവിടെന്നാ വരുന്നേ? ഞാൻ 5ാം പീടിക. 5ാം പീടിക. ഒരു ഗെയിമിലേക്ക് പോയാലോ? ചില്ലല്ലേ? വേണം. വേണോന്ന്. പാട്ട് വേണോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കുട്ടികൾക്ക് കൊടുത്ത ഗെയിം വേണോ? പാട്ട്. അപ്പൊ അടുത്ത ആളെ കിട്ടി. ദോ നിക്കണ ചേച്ചി. ആ ചേച്ചിയിലേക്ക് പോകാം കേട്ടോ. പാട്ട് പാടില്ലേ? ഇഷ്ടാണോ പാട്ട് പാടാൻ? പാട്ട് പാടില്ല, പാട്ടറിയാം. അറിയാം. മതി, നമുക്കത് മതി. അപ്പൊ അക്ഷരം കൊടുക്കാണ്. കൊണ്ടുവാ. അടുത്ത് മ്യൂസിക് ഒക്കെ ഇടാ. ഓക്കെ. അടുത്തത് കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട് പാടുന്നേ. ഓക്കെ. അടുത്തത് മഞ്ഞ പെയ്യണ മനംകുളിരണ മകരമാസ പെണ്ണേ. പാട്ടിന്റെ ബുക്കാണോ ഞാൻ കൊണ്ടുവന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ. അപ്പം മോളാണോ പാട്ട് പഠിക്കുന്നേ? മോള് പാട്ടല്ല, ഡാൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അടുത്ത അക്ഷരം കൊടുക്കട്ടെ. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ
ഞാൻ എവിടെ വന്നേ? എന്ത് ഗിഫ്റ്റ് കൊടുക്കാൻ നേരെ ഉണ്ടാവും തോന്നല്ലോ. ഇനി അടുത്ത് ഒന്നും കൂടി ചോദിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? ഏതെങ്കിലും അക്ഷരം കൊടുക്കണോ മോളെ? ഏതെങ്കിലും ഒന്നും കൊടുക്കരുതേ, അക്ഷരം കൊടുക്കണോടാ. ഏത് അക്ഷരം കൊടുക്കണ്ടേ? ലാ കൊടുത്ത അല്ല ലലലം ചൊല്ലുന്ന ചെല്ലക്കിളികളല്ലേ ഇടം കൊടുക്കുന്ന എവിടുന്നാ പാടാനറിയില്ല. എന്തായാലും ഓക്കെ, സെറ്റാണ്. അപ്പൊ ഗിഫ്റ്റ് എടുക്കാം അല്ലേ? അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മളെ സ്വന്തം ഷാജിയേട്ടനെ വിളിക്കണം. നമ്മുടെ സ്വന്തം ക്യാമറാമാൻ ആണ് ഷാജിയേട്ടാ. ഇങ്ങ് വന്നോ. താങ്ക് യു. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുന്നുണ്ടല്ലോ അല്ലേ എന്റെ പിന്നാമ്പുറ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്. അപ്പുറം കഴിഞ്ഞു, ഇനി ഈ സെക്ഷൻ എടുക്കാന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ ജസ്റ്റ് തിരിഞ്ഞപ്പോ ആരും കാണുന്നില്ല. എല്ലാരും പോവാട്ടോ അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ എവിടെ പോയവരൊക്കെ എവിടെ? ആ മഞ്ഞ ചെറുതായിട്ട് ചേച്ചി ഒന്നിങ്ങ് വന്നേ. ചേച്ചി ഒന്ന് വന്നേ. ചേച്ചി എന്നെ നോക്കണതില്ല, തിരിഞ്ഞൊക്കെ നിക്കായിരുന്നു കേട്ടോ. അങ്ങനെ വിടില്ല. പേരെന്താ? ജിൻഷ. ഇനി വാ, ഞാൻ എവിടെ പോന്നേ? ജിൻഷ. ഓക്കെ, എവിടെന്നാ വരുന്നേ? ചമ്പടിയ. പാട്ട് പാടാൻ ഇഷ്ടാണോ? ഇല്ല. അല്ല, അപ്പൊ വേറെ ഗെയിം തരട്ടെ? പെട്ടില്ലേ? ഇനി എന്താ വെച്ചാ തന്നിട്ട് അങ്ങ് പൊക്കോന്നൊക്കെയാണ് മനസ്സിൽ പറയുന്നത്. അപ്പൊ ഓക്കെ, ഞാന് കുട്ടി കൊടുത്ത സംഭവം തന്നെ തരാം. ഒരു അക്ഷരം തരാം. ഞാൻ എന്ത് ചോദിച്ചാലും അതിനെ കൂടെ മാത്രമേ ആൻസർ പറയാൻ പാടുള്ളൂ. റെഡി? ച. പേരെന്താ? ചൈതന്യ. ചൈതന്യ. എവിടുന്ന് വരുന്ന ചൈതന്യ? ചാലോട്. ചാലോട്. ആളെ കയ്യിലുണ്ട് കേട്ടോ. എന്ത് ഫുഡ് രാവിലെ കഴിച്ചത്? ചക്ക. ചക്ക. ചക്ക കഴിച്ചതായിരുന്നു. ചക്ക സീസൺ ആണോ? ചക്ക എന്തുകൊണ്ട് ഇത്ര ഇഷ്ടം? എന്തുകൊണ്ടാ ചക്ക ഇത്ര ഇഷ്ടം? പോയാ ട്രാക്കിന്ന് പോയെന്ന് തോന്നുന്നു. അയ്യോ, വെറുതെ എന്തെങ്കിലും പറഞ്ഞോ? ചക്ക എന്തുകൊണ്ടാ ഇഷ്ടം? ചക്ക ആയിട്ടെന്നൊക്കെ പറഞ്ഞോ? ചക്ക ആയതുകൊണ്ട്. ചക്ക ആയതുകൊണ്ട്. ഓ രക്ഷിച്ചല്ലോ, താങ്ക് യു. ചക്ക ആയതുകൊണ്ട്. ഇവിടെ എന്തിനാ വന്നേ? ഇവിടെ എന്തിനാ? ചക്ക തിന്നാൻ. മൊത്തം ഒരു ചക്കക്കളി ആക്കാനാണ് കേട്ടോ. ഹലോ എടാ, എവിടെയാടാ? അവരിതൊന്നും ബാധകമല്ല. എന്റെ കളിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഗെയിംസ് ഒക്കെ അയച്ചാൽ ഇങ്ങനെ ഇരിക്കും. അവരവന്റെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്താൽ കാണാൻ പറ്റുന്നതായിരിക്കും. എവിടെ? ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു വരികയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ചാവാണേ. ചേച്ചി. ചേച്ചി. ചേട്ടൻ. ചേട്ടൻ. ചിറ്റ. ചിറ്റ. ഓ പവറേ. ചേച്ചിയും ചേട്ടനും ചിറ്റയുമാണ് എന്റെ വീട്ടിലുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. വേണ്ട നമ്മളെ പറ്റി അഭിപ്രായം ചോദിക്കണ്ടല്ലേ? നിങ്ങൾ പറഞ്ഞാലോ? അത് ചോദിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഗിഫ്റ്റ് എടുക്കാം അല്ലേ? എല്ലാം പറഞ്ഞതല്ലേ അല്ലേ? കൊടുക്കാല്ലേ? പറയാനൊരു ഉത്ഭയം. അടുത്ത് വിളിച്ചാലോ എന്നല്ലേ? ഞാൻ വിളിക്കും കേട്ടോ. ആ വെള്ള ചെറുതാറിട്ട ചേച്ചിയെ തന്നെ വിളിക്കും. അടുത്തതായി ഗിഫ്റ്റ് കൊടുക്കാൻ ഇവിടുത്തെ സ്വരമുദ്ര കലാക്ഷേത്രത്തിന്റെ ഡയറക്ടറെ തന്നെ വിളിക്കും. സർ ഒന്ന് വന്നു ക്ലാപ്പ് ചെയ്തേ. താങ്ക് യു. അപ്പൊ ഇനി അടുത്ത ഗെയിമിനായിട്ട് നമുക്ക് ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ. ആ ചേച്ചി ഇങ്ങ് വന്നേ. നിങ്ങൾ മൂന്നാളൊന്നും ഇങ്ങ് വന്നേ. മൂന്നാളിങ്ങ് വന്നോ? അപ്പൊ ഇവര് മൂന്നാളെ വെച്ചിട്ട് ഗെയിം നടത്താം. മക്കൾ, നിങ്ങൾക്ക് ഗെയിം ഓർമ്മയില്ലേ? നിങ്ങൾ ആ 4 ആൾക്കാർ ചെയ്തത്? അത് കൊടുക്കട്ടെ. ഞാന് നിങ്ങൾക്ക് ഓരോരാളുടെയും ഓരോ അക്ഷരം പറയും. അപ്പൊ ഇപ്പൊ ഞാൻ ചാ പറഞ്ഞു വിചാരിക്കും. ചാ വെച്ചൊരു സെന്റൻസ് എനിക്ക് പറയണം. എന്നോട് ഇങ്ങോട്ട് പറയണം. അങ്ങനെ ഓക്കെ. ഞാൻ ഓരോ പറയുമ്പോ അപ്പൊ അല്ലല്ല, ഞാനിപ്പോ റാൻഡം ആയിട്ട് ഇങ്ങനെ ഓരോരോ ഇതെടുത്ത് ചോദിക്കും. ഓരോ ലെറ്റേഴ്സ് ഞാൻ ചോദിക്കും. അപ്പൊ അതിന് ഒരു സെന്റൻസ് എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ? അപ്പൊ ലാഗ് ആക്കി പോകുന്നവര് ഔട്ട്. എന്ന് വെച്ചാൽ ലാഗ് ആക്കരുത്. റെഡി? മാനത്തമ്പിളിയുണ്ട്. മാനത്തമ്പിളിയുണ്ട്. കാക്കി കൂടെ കാക്കി കൂടെ ഉണ്ട്. ഇഷ്ടമല്ല പറഞ്ഞോ? ഒന്നും നോക്കണ്ട. കാക്കിയിലെത്തിയില്ലേ? അപ്പൊ എന്താ സാധനം കൊണ്ട് ഇഷ്ടമല്ല പറയാ? അറിയോ? ഇല്ല. അപ്പൊ ചേച്ചി ഔട്ടായിരിക്കുന്നതാണ്. അപ്പൊ രണ്ടാള് കാക്കിയും മാനത്തെ അമ്പിളിയും ഒക്കെ ഇങ്ങ് വന്നേ. അപ്പം ഇല്ല.
ലല്ലലും ചൊല്ലുന്ന പാട്ട് എനിക്ക് ഇഷ്ടമാണ്. ലല്ലെല്ലാം ചൊല്ലുന്ന പാട്ട് എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, പാട്ട് പാടാൻ കൂടുതൽ ഇഷ്ടമാണ്. പാട്ട് പാടാൻ എന്നാ ഒരു പാട്ട് കേൾക്കാം. എന്താ പാട്ട് പാടുവോ? പാടാൻ ഞാൻ പെട്ടോ. ഓക്കെ, അക്ഷരം തന്നെ വേണോ പാട്ട് പാടാൻ? ഇല്ല, വേറെ അക്ഷരത്തിന് പാട്ട് പാടിക്കോ. ഒരു പാട്ട് കവിത ചൊല്ലിയാ മതിയോ? ആ മതി. ONV കുറുപ്പിന്റെ ഒരു കവിത ചൊല്ലാം. ഓക്കെ, 4 വരി. ആ. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക്, ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. താങ്ക് യു, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗെയിമിലേക്ക് പോയാലോ? അല്ല മാ തന്നില്ലേ? ജനാലയ്ക്ക് കമ്പികളുണ്ട്. ജനാലയ്ക്ക് കമ്പികളുണ്ട് നോക്കി. ഷവർമ കഴിക്കാൻ പോയി. ഷവർമ കഴിക്കാൻ പോയി. ബാലന്റെ വീട്ടിൽ കിണറുണ്ട്. ബാലന്റെ വീട്ടിൽ കിണറുണ്ട് എന്നൊക്കെ. റാ എന്ന അക്ഷരം വെച്ച് ഞാനൊരു പാട്ട് അങ്ങ് പാടി. എന്താ ഷാജി ചേട്ടാ ഞാൻ ചെയ്യണ്ടേ? ഓക്കെ 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 അക്ഷരം കുറച്ച് നല്ല തരുവോ? ഴാ കൊടുക്കട്ടെ അല്ലേ? ഗീതാഞ്ജലി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗീതാഞ്ജലി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഴ എന്ന പൂ ഞാൻ ഉണ്ടാക്കി. എന്റെ മുന്നോ, ഒരു തരത്തിലും വിട്ടിരുന്നില്ലല്ലോ. ഓക്കെ, ടയറുണ്ട് വണ്ടിയിൽ. ടയറുണ്ട് വണ്ടിയിൽ. ചേട്ടാ 2 ഗിഫ്റ്റ് എടുക്കാനുണ്ടോ? വേറെ വിട്ട് തരുന്നില്ല എനിക്ക്. ഓക്കെ ഓക്കെ, കുറച്ച് ടഫ് കൊടുക്കാം അല്ലേ? ഏത് കൊടുക്കോ? ടായുള്ള അക്ഷരം കൊണ്ട് പൂമ്പാറ്റയെ ഉണ്ടാക്കി. ഓക്കെ, ഞാൻ ഈ ജോലി രാജിവെച്ചതായി ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് 2 പേർക്കും ഗിഫ്റ്റ് പ്രഖ്യാപിക്കുന്നേ ഇല്ല. മൊത്തം കൊള്ളക്കളി. ചാ വെച്ച് പൂ ഉണ്ടാക്കുന്നു, പിന്നെ രാ വെച്ച് എന്താ ഉണ്ടാക്കണതല്ലേ പറഞ്ഞുള്ളൂ. എന്താല്ലേ എന്താ ചെയ്യാ, ഒരാൾ അങ്ങോട്ടും കൂടി. ഓക്കെ, 2 ഗിഫ്റ്റ് നമ്മള് കൊടുക്കാൻ പോവുകയാണ്. സന്തോഷായില്ലേ? എന്നെ അങ്ങ് വെള്ളം കുടിച്ചപ്പോ കുറച്ച് വെള്ളം തരണം കേട്ടോ. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനായി നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ കുട്ടി ഉണ്ട്. ബർത്ത്ഡേ കുട്ടീനെ വിളിക്കാം അല്ലേ? മോളിങ് വന്നേ, ഈ ആന്റിക്ക് കൊടുക്കണം കേട്ടോ. അപ്പൊ അടുത്ത ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ ചേച്ചിയുടെ അമ്മയാണ് വിളിക്കാൻ വന്നത്. ആന്റി ഇങ്ങ് വന്നേ. അമ്മ തന്നെ മോക്ക് ഗിഫ്റ്റ് കൊടുക്കട്ടെ അല്ലേ? ക്ലാപ്പ് ചെയ്ത് എല്ലാരും. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ധമാക്ക ക്രിസ്മസ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു. വീണ്ടും മറ്റൊരു സ്കൂളിൽ കാണുന്നവരേക്കും ദിസ് ഇസ് മീ ശ്രീവിഷ, ZEAL TV presents ധമാക്ക സീസൺ 2 signing off. Bye bye.